ഞാൻ കുറച്ച് മുമ്പ് രാത്രി ഒരു സ്ഥലത്ത് വഴുതു കഴിഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഒരു 300 വീട്ടുകാരുള്ള മഹല്ല, ചെറിയൊരു ടൗണുമാണ്. അപ്പോൾ പള്ളിൻ്റെ പരിസരത്ത് തന്നെയാണ് ഏകദേശം 200 വീട്. അപ്പോൾ എനിക്ക് അന്ന് രാത്രി അവിടെ വഴുതു കഴിഞ്ഞിട്ട് പിറ്റേന്ന് അവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ അകലേക്ക് യാത്ര ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, വഴുതു കഴിഞ്ഞ് അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ വീടുകളിലൊക്കെ താമസം ഞാൻ പറഞ്ഞു, ഞാൻ പള്ളിയിൽ താമസിച്ചോളാം, എനിക്ക് രാവിലെ പോകാനും വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കാതിരിക്കാനൊക്കെ നല്ലതാ. ഞാൻ പള്ളിയിൽ താമസിച്ചു. അപ്പോൾ പള്ളിയിൽ അവിടെ മല്ലാക്കിയുണ്ട്, ഇമാമുണ്ട്, ഞാനും ഉണ്ട്, എൻ്റെ ഡ്രൈവറും ഉണ്ട്. ഞങ്ങൾ അവിടെ കിടന്നു. രാത്രി ഒരു ഫോൺ വന്നിട്ട് ഇമാമ് പോയി, മൂപ്പർക്കെന്തോ അർജൻറ്റ് വന്നു. പിന്നെ ആരേ ഉള്ളൂ അവിടെ, മല്ലാക്കിയുള്ളൂ. അപ്പം ഞങ്ങൾ വന്നു. സുബൈക്ക് എഴുന്നേറ്റു. എനിക്ക് വളരെ വേഗത്തിൽ പോകണം, പക്ഷേ ഒരു വാങ്ക് കൊടുത്തൊരു പള്ളിയിൽ നിന്ന് ജമായത്ത് കഴിയാതെ പോണത് ഒരു ഭംഗിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 20 മിനിറ്റ് അവിടെ ജമായത്തിന് കാത്തിക്കണം. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, നമുക്ക് സുബൈക്കല്ലേ, നമുക്ക് റണ്ണിങ്ങിൽ ഒന്ന് സ്പീഡാക്കാം, ജമായത്ത് കഴിഞ്ഞിട്ട് പോവാം. ജമായത്തിന് കാത്തു. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് മൊല്ലാക്ക കാമത്ത് കൊടുത്തപ്പോൾ ഇമാമ് പോയിക്കൊള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്നെ ഇമാമാക്കി. ഞാൻ ഇമാമായി നിന്നു. ഒരു ഇമാമ് മെഹ്റാബിക്ക് നിന്നാൽ അയാൾക്കൊരു കടമുണ്ട്. എന്ത് വേണം, ഒന്ന് ബാക്കൊന്നിങ്ങനെ ശ്രദ്ധിക്കണം, എത്ര കണ്ട ആളുകളുണ്ട്, വയസ്സുള്ളവരാരെങ്കിലും ഉണ്ടോ, കസാരിയിൽ നിസ്കരിക്കുന്നവരുണ്ടോ, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം. വലിയ സൂറത്ത് ഓതാൻ പറ്റുമോ, ചെറിയ സൂറത്ത് ഓതണോ, കുറേ ആളുണ്ടെങ്കിൽ സൗണ്ട് കൂടുതൽ എടുക്കണോ, ഇതൊക്കെ നോക്കണല്ലോ. ഒന്ന് ബാക്കൊക്കെ നോക്കണം. അതൊരു പ്രത്യേക കടമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി തങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിക്കുമ്പോൾ ബാക്കൊക്കെ നോക്കുമ്പോൾ നേരെ ബാക്കിൽ ആദം നബി അലൈഹി സ്വലാം, തൊട്ടടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം, തൊട്ടടുത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കണ്ടു എന്ന് ഹദീസിൽ കാണാലോ. അപ്പോൾ ഞാനിങ്ങനെ ബാക്കൊക്കെ നോക്കി. അല്ലാഹു റബ്ബി, അവിടുത്തെ എത്ര ആൾക്കാരാണ് മഹല്ലത്തിലെ വീട്? 300. പള്ളിൻ്റെ നേരെ പരിസരത്ത് എത്ര? 200ഓളം വീടുകൾ. അപ്പൊ ഇഖാമത്ത് കൊടുത്തൊരു ജമായത്ത് വേണ്ടി തുടങ്ങുമ്പോൾ ബാക്കൊക്കെ നോക്കുമ്പോൾ എത്ര ആളുണ്ട്? ബാക്കിൽ 2 ആള്. ഒന്ന് മല്ലാക്ക, മറ്റതോ ഒന്ന് ഡ്രൈവർ. നമ്മളിതൊരു തമാശയായിട്ട് കാണുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് മുസ്ലിമീങ്ങൾക്ക് ബർക്കത്തുണ്ടാകുക? എങ്ങനെയാണ് മുസ്ലിമീങ്ങൾക്ക് ക്യാൻസർ മാറുക? എങ്ങനെയാണ് മുസ്ലിമീങ്ങളെ സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസം ഇല്ലാതിരിക്കുക? മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഒരു ദിവസത്തെ മുഴുവൻ ബർക്കത്തും വാങ്ങേണ്ടത് സുബഹി നിസ്കാരത്തിനും അതിൻ്റെ ജമാഅത്തിനും അതിൻ്റെ ദുആക്കുമാണ്. അതുകൊണ്ടാണല്ലോ 5 വഖത്ത് നിസ്കാരത്തിൽ ഒന്നും ഇല്ലാത്ത ഒരു പ്രത്യേക ദുആ അല്ലാഹു തആല വെച്ചത് സുബഹി നിസ്കാരത്തിൽ മാത്രം. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, പടച്ചവനെ ഈമാൻ നിലനിർത്തി തന്ന് ഹിദായത്തിലാക്കണേ. വഅഫിനി ഫീമൻ ആഫൈത്, പടച്ചവനെ മനസ്സിനും കൽബിനും അല്ലാ എല്ലാം കൊണ്ടും ആഫിയത്ത് തരണേ. വതവല്ലനി ഫീമൻ തവല്ലൈത്, പടച്ചവനെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുത്ത് സംരക്ഷിക്കണേ. വഖനി ശർറ മാ ഖദൈത്, എല്ലാ ആപത്ത് മുസീബത്തുകളും നീ തടുക്കണേ. വബാരിക് ലി ഫീമാ അഅതൈത്, നീ തന്ന ആരോഗ്യത്തിലും കാഴ്ചയിലും ശക്തിയിലും അല്ലാ ഭക്ഷണത്തിലും ഭാര്യയിലും ഭർത്താവിലും മക്കളിലും ബർക്കത്ത് ചെയ്യണേ. ഇതൊക്കെ അടങ്ങുന്ന ദുആ ഏത് നിസ്കാരത്തിൽ മാത്രമാണ്? ഏത് നിസ്കാരത്തിൽ മാത്രമാണ്? ഏത് നിസ്കാരത്തിൽ മാത്രം? നിങ്ങൾ പണ്ട് ഇയാൾ പറഞ്ഞ മാതിരി ആയോ? പണ്ട് നമ്മളെ ഇത് പച്ചവെള്ളം തന്നെയല്ലേ? അപ്പം ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ ദുആ ഏത് നിസ്കാരത്തിൽ മാത്രമാണ്? സുബഹി നിസ്കാരത്തിൽ മാത്രമാണ് അല്ലേ? അപ്പൊ അത്രയും പ്രധാനമാണ് സുബഹി. അതുകൊണ്ടാണ് എൻ്റെ കമ്പത് മുന്നിലേക്ക് നീക്കാനും ജനത്തിന് നീക്കിയിട്ടും കാര്യം. ജംഗ്ഷനിന് മുമ്പ് ഞാൻ വേറെ പറയലോട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരു പറയട്ടെ. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നാലേ ഞാൻ വേളാണ് തോന്നുന്നത്. മൈക്ക് അത്ര വോൾട്ടേജ് ഉണ്ടോ, ഇത്ര വോൾട്ടേജ് ഉണ്ടോ, മറ്റേ വോൾട്ടേജ് ഉണ്ടോ, ഒന്നും ഞാൻ നോക്കാറില്ല. ഞാൻ വേണമെന്ന് പറയും, കേൾക്കണില്ല എന്നൊരു ആക്ഷേപം ഇതുവരെയോട്ട് പറഞ്ഞിട്ടില്ല. അള്ളാഹു ഖൈറ് തരട്ടെ. പിന്നെ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നുങ്ങാണ്ടേ അതിന് പാട്ടുകാരത്തിയാളെ വിളിച്ചേണ്ടി വരും അല്ലേ? അള്ളാഹു ഖൈറ് തരട്ടെ. നിങ്ങൾ കേൾക്കണില്ല? ഇപ്പോഴോ കേൾക്കണത് നേരത്തെ? പടച്ചോനെ കാഴ്ച ശക്തിയിൽ ആഫിയത്ത് നൽകണേ അല്ലാ, കേൾവി ശക്തിക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, സംസാരശേഷിക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, കിഡ്നിക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ഹാർട്ടിന് ആഫിയത്ത് നൽകണേ അല്ലാ,
നമ്മളൊക്കെ ഓരോന്നും പറഞ്ഞ് പടച്ചവനോട് ദ്വാരക്കണം. ഓരോന്നും പറഞ്ഞ് പടച്ചവനോട് ദ്വാരക്കണം. ആഫിയത്ത് തരണേ എന്ന് ഒന്നായിട്ടാണ് ചോദിച്ചാൽ പോരാ, ഓരോന്നും ചോദിക്കണം. അതാണ് കാലഘട്ടം. അത് ഏതിലും വേണം. പടച്ചോനെ കണ്ണുകൊണ്ട് ചെയ്ത ദോഷം പുറത്തു തരണേ, കാതുകൊണ്ട് ചെയ്ത ദോഷം പുറത്തു തരണേ, നാവ് കൊണ്ട് ചെയ്ത ദോഷം പുറത്തു തരണേ. അങ്ങനെ ചോദിക്കണം. പൊറുക്കലിനെ ചോദിക്കുമ്പോൾ രണ്ടും വേണം. ഇങ്ങോട്ട് കിട്ടുന്ന നിഅമത്തും ചോദിക്കണം, അങ്ങോട്ടേറ്റ് പാകപ്പഴവും ചോദിക്കണം. അള്ളാഹ് പുറത്തു തരണേ എന്ന് മാത്രം ചോദിച്ചാൽ പോരാ, ഒറ്റക്കുള്ള ദുആകൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ വെച്ചിരിക്കുന്നത് സുബഹിയിലാണ്. എന്താ സുബഹിക്ക് പ്രത്യേകത? അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഉമ്മമാർ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്വഹാബി, രണ്ട് കണ്ണിനും കാഴ്ചയില്ല, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത സ്വഹാബിയാണ്. പക്ഷേ അദ്ദേഹം സുബഹിന്റെ ബാങ്ക് കൃത്യമായി ബാങ്ക് വിളിക്കും, ഒരു സെക്കൻഡ് തെറ്റാതെ. സ്വഹാബാക്കൾ ചോദിച്ചു, അല്ലയോ ഉമ്മു മക്തൂം തങ്ങളെ, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ സുബഹി ബാങ്ക് ഇത്ര കൃത്യത്തിന് കൊടുക്കുന്നത്? ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ, എല്ലാ ദിവസവും സുബഹിയോട് അടുത്ത സമയം, നബിതങ്ങൾ ജനിച്ച സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു റഹ്മത്തിന്റെ വാതിൽ തുറക്കും. ആ റഹ്മത്തിന്റെ വാതിൽ സ്വർഗത്തിൽ തുറന്നാൽ അതിന്റെ ഒരു പരിമളം, അതിന്റെ ഒരു വസന്തം, അതിന്റെ ഒരു സുഗന്ധം അത് ഭൂമിയിലേക്ക് വരുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് അത് മദീനയിൽ എത്തുമ്പോൾ അതിന്റെ വാസന എനിക്ക് ലഭിക്കും. അപ്പോഴാണ് ഞാൻ അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് വിളിക്കുന്നത്. എത്ര ശ്രേഷ്ഠമായ സമയമാണത്. മറ്റൊരു കാര്യവും കൂടി ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജീവികളും അതിന്റെ ഭാഷയും അത് പറയുന്ന ഒരു കിതാബാണ് ഹയാത്തുൽ ഹയവാൻ. ഇമാം ദമീരി റളിയല്ലാഹു അൻഹുവിന്റെ ഹയാത്തുൽ ഹയവാൻ എന്ന് പറഞ്ഞ കിതാബുണ്ട്. ജീവികളും അതിന്റെ സംസ്കാരവും ഭാഷയും ഒക്കെ അതിൽ കാണാം. കോഴി ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇനി രാവിലെ കോഴി കൂകലാണോ ആദ്യം ബാങ്ക് കൊടുക്കലാണോ? ഏതാ ആദ്യം? നാളെ ആരോ പറഞ്ഞ് രണ്ടും കേക്കായി. അത് ആദ്യം ഒന്നും നോക്കിയാലോ, രണ്ടിനും നീച്ചലില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു റബ്ബി. കോഴി എന്താണ്? രാവിലെ എഴുന്നേൽക്കുന്ന എപ്പോഴാണെന്നറിയോ? സ്വർഗത്തിൽ നിന്ന് റഹ്മത്തിന്റെ വാതിൽ തുറന്നാൽ ആ വസന്തം ആസ്വദിക്കാൻ സാധിക്കുന്ന ജീവിയാണ് കോഴി. അതുകൊണ്ട് കോഴി സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കും, മുത്തുനബി ജനിച്ച സമയത്ത്. അതുകൊണ്ട് കോഴിയുടെ വർഗത്തിന് ഒരിക്കലും നാശമില്ല. കോഴിനെ അറുക്കുന്ന പോലെ വേറെ ഏതെങ്കിലും ജീവിനെ അറുക്കണുണ്ടോ ദുനിയാവില്? ഉണ്ടോ? കോഴിനെ അറുക്കുന്നത് പോലെ വേറെ ഏതെങ്കിലും ജീവിനെ അറുക്കണുണ്ടോ? ഇല്ല. എല്ലാ ലോകത്തും കോഴി മാംസം കഴിക്കാത്ത ഏതെങ്കിലും രാജ്യക്കാരുണ്ടോ? എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്. മാത്രമല്ല, കോഴി എന്ന് പറഞ്ഞാൽ ഒരു മരണാനന്തര ബഹുമതി കിട്ടുന്ന ജീവിയാണ് കോഴി. ഇല്ലേ? മരണാനന്തര ബഹുമതി കിട്ടുന്ന ജീവിയാണ് ഏത്? കോഴി. ഇപ്പൊ ഇതിന് എന്തേ പേരുള്ളൂ? കോഴി. അല്ലെങ്കിൽ ചിക്കൻ. മരിക്കണതോട് കൂടെ അതിന് ബഹുമതി കൂടി. എന്തെല്ലാം ബഹുമതിയാണ് കോഴിക്ക് കിട്ടുന്നത് അല്ലേ? അല്ലാഹു റബ്ബി. ഏതൊക്കെ ചിക്കനാണ് ഇപ്പൊ? തന്തൂരി ചിക്കൻ. പിന്നെ ഇപ്പൊ ഞാൻ അടുത്തൊരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടുന്ന് എന്നോട് സപ്ലൈക്കാരൻ ചോദിച്ചു, എരിപൊരി ചിക്കൻ വേണം. യാ റബ്ബേ, നമുക്ക് നിലത്ത് നിൽക്കാൻ പറ്റാത്ത അത് ചിക്കനാണ്. എരിപൊരി ചിക്കൻ. നിങ്ങളിതിന് പോയി നോക്കിയിട്ടില്ലേ? നിങ്ങളെടുത്ത് വല്ല കഥയുണ്ടായി? അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. നമ്മളെ നാട്ടിലിപ്പം ഇങ്ങനെ നോക്കിയാൽ രാവും പകലും നട്ടപ്പാതിരി ഒന്നും വ്യത്യാസമില്ലാതെ ചിക്കന് ആ ബഹുമതിയോട് കൂടെ കിട്ടുകയാണ്. എന്തേ കോഴിയുടെ വർഗം എല്ലാ നാട്ടിലും അല്ലേ? കോഴി ധാരാളമായി അറുത്തുപയോഗിക്കുന്നു. കോഴി മാംസം കഴിക്കാത്ത ഒരു നാട്ടുകാരും ഒരു ഭാഷക്കാരും ഒരു ദേശക്കാരും ഒരു മതക്കാരുമില്ല. എല്ലാവരും ഉപയോഗിക്കും. എന്നിട്ടോ കോഴിയുടെ വർഗത്തിന് വളർച്ചയുള്ളൂ. എന്താ കാര്യം? അത് സുബഹിയോടടുത്ത് നബിതങ്ങൾ ജനിച്ച സമയം, സ്വർഗത്തിൽ നിന്ന് റഹ്മത്തിന്റെ വാതിൽ തുറക്കുന്ന സമയം, അപ്പൊ എഴുന്നേൽക്കുന്ന ജീവിയാണ് കോഴി. അതിന്റെ വർഗത്തിന് വളർച്ചയേ ഉള്ളൂ. അതേ സമയത്ത് നമ്മളെ നാട്ടിലൊക്കെ കാണാൻ മറ്റൊരു ജീവിയാണ് നായ. അതിനാരെങ്കിലും അർത്ഥഭിക്ഷിക്കണ്ടോ? ഉണ്ടോ? ഇല്ല. ആകെ ലോകത്ത് നായമാംസം കഴിക്കുന്നത് ചൈനയിലെ കുറഞ്ഞ സ്ഥലത്തെ ആൾക്കാരാണ്. ചൈനയിലെ കുറഞ്ഞ സ്ഥലത്ത് അവരെന്താ പറഞ്ഞത്? അതാണ് മമ്പറന്നങ്ങൾ പറഞ്ഞത്, അക്കാലു കെൽബിൻ ചൈനരൂന കാലു ലഹു കശാത്തിൻ 4 കാലും വാലൂന്ന്. ആ നായനെ തിന്നുന്ന ആൾക്കാരെ ന്യായം എന്താണ്? ഇത് ആടിന്റെ മാതിരിയാണ്. ആടിനുണ്ട് 4 കാലും 1 വാലും, നായക്കുണ്ട് എന്ത്?
ആ അങ്ങനെ ഒരു ചൈനയിലെ കുറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു നിയോജക മണ്ഡലം, അത്ര സ്ഥലത്തെ നായനെ മാംസമായി കഴിക്കണതുള്ളൂ. ബാക്കി പക്ഷെ നായയുടെ വർഗത്തിന് വളർച്ചല്ല. എന്താ കാരണം? നായന്റെ ഡ്യൂട്ടി തുടങ്ങൽ മഗ്‌രിബിന്റെ ശേഷം. പിന്നെ മൂപ്പരിങ്ങനെ പുറപ്പെട്ട് അവിടെ പോയി ഫസ്റ്റ് ഷോ കണ്ട്, ഇവിടെ പോയി സെക്കൻഡ് ഷോ കണ്ട്, അവിടെ മുട്ടി ഇവിടെ തട്ടി, അങ്ങനെ ആ സുബഹിയോട് അടുത്ത സമയത്ത് ഓട്ടോറിക്ഷന്റെ ടയർ വെച്ച മാതിരി അവിടെ ചുരുണ്ടി കിടക്കുന്നതാണ്. ഇതാണ് കോഴി നായും തമ്മിലുള്ള വ്യത്യാസം. ഇത് പറഞ്ഞിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയണത്? അത് ഞാൻ പറഞ്ഞോട്ടെ എന്നാ ബാക്കി നിങ്ങൾ പൂരിപ്പിക്കണ്ട. എന്താണത്? ഇമാം ഗസാലി തങ്ങൾ പറയാൻ, ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, നാളെ സുബഹിക്ക് ഞാൻ കോഴിയാകണോ അല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കണം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഓരോ രാത്രിയും കിടന്നുറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കണം, നാളെ സുബഹിക്ക് ഞാൻ കോഴിയാകണോ. ഇതാണ് ഉമ്മമാരും സഹോദരന്മാരും ഒക്കെ ഓർമ്മിക്കേണ്ടത്. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട നമ്മളെങ്ങനെ അവിടേക്കൊക്കെ എത്തിയത്? മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട യൂസുഫ് ജീലാനി തങ്ങൾ മമ്പറത്ത് സ്വലാത്തിനെത്തും. ആരാ മമ്പറം തങ്ങൾ? യമനിൽ നിന്ന് വന്ന മഹാന. യമനിൽ നിന്ന് വന്ന മൂപ്പർ തെരീമിൽ നിന്നാണ് വരുന്നത്. യമനിലെ തെരീമിൽ പോയി നോക്കിയാൽ തഹജ്ജുദിന്റെ സമയത്ത്, മക്കത്തും മദീനത്തൊക്കെ തഹജ്ജുദിന്റെ വാങ്കുണ്ട്. ആ സമയത്ത് അവിടുത്തെ പള്ളികളിലൊക്കെ തഹജ്ജുദിന്റെ വാങ്കുണ്ട്. ആ സമയത്ത് തൊട്ടിലിൽ ഉറങ്ങുന്ന കുട്ടിനെ പോലും ഒന്ന് വിളിച്ചോണത്തും. തീരെ സുഖമില്ലാതെ കിടക്കുന്ന ആളെ ഒന്ന് വിളിച്ചോണത്തും. എന്തിന്? നബിതങ്ങൾ ജനിച്ച ആ റഹ്മത്തിന്റെ കാറ്റ് കിട്ടാൻ ആ സമയത്ത് ഒന്ന് വിളിച്ചോണത്തിയിട്ട് പിന്നെ ഉറങ്ങിയാലും അത്ര ശ്രദ്ധിക്കുമ്പോൾ വരും. അല്ലാഹു റബ്ബി തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയമായാൽ വീടുകളിൽ നിന്ന് ആണുങ്ങൾ ഒന്നായിട്ട് ഒഴുകി പള്ളിയിലേക്ക് തഹജ്ജുദ് നിസ്കരിക്കുന്നു. സുബഹി ജമാഅത്ത് പള്ളിയിൽ നിറഞ്ഞ് കവിഞ്ഞ്. അവിടെ നിന്ന് വന്ന ആളാണ് മമ്പറം തങ്ങൾ പാപ്പ. മമ്പറത്ത് വന്ന് താമസിച്ച വീടാണ് തെരീമിലെ വീട്. ആ തെരീമിലെ വീട് എന്നത്, തെരീം എന്നുള്ളത് ഉപയോഗിക്കുന്നിടത്ത് മാറിയതാണ്. നമ്മളിത് മലയാളത്തിൽ ഉപയോഗിച്ച് തറമ്മൽ വീട് എന്നിപ്പോ പറയണത്. മമ്പറത്ത് തറമ്മൽ വീടുണ്ടല്ലോ, അത് തെരീമിലെ വീടാ. അത് ഏതുപോലെയാണ്? അല്ലാ, നമ്മളൊരു ഭാഷ മാറി ഉപയോഗിക്കുമ്പോൾ വരുന്നതാ. നമ്മൾ മുക്രി എന്ന് പറയണം. അതിന്റെ അസിലെന്താ? അവ്വലു മുക്രിഇൻ ഫിൽ ഇസ്ലാമി മുസ്അബ് ഇബ്നു ഉമർ. മദീനയിലേക്ക് ഖുർആൻ ഓതി കൊടുക്കാൻ പറഞ്ഞയച്ച സ്വഹാബിയാണ് ആര്? മുസ്അബ് തങ്ങൾ. മൂപ്പർക്കുള്ള പേര് മുക്രി, ഖുർആൻ ഓതി കൊടുക്കുന്ന ആള്. മുക്രി, ഖുർആൻ ഓതി കൊടുക്കുന്ന. അതാണ് നമ്മളെന്താക്കിയത്? മുക്രിയാക്കിയത്. അല്ലാഹു റബ്ബി, അള്ളാഹു തആല നമുക്ക് ഖൈർ തരുമാറാവട്ടെ. ഓരോ ഭാഷ ഉപയോഗിക്കുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, തെരീമിൽ നിന്ന് വന്ന ബഹുമാനപ്പെട്ട തങ്ങളവർകൾ എന്താ ചെയ്തത്? തങ്ങളവർകൾ മമ്പറത്ത് കൂടെ ആകുമ്പോൾ തങ്ങൾ നടക്കുമ്പോൾ സ്വലാത്ത്, തങ്ങൾ ഇരിക്കുമ്പോൾ സ്വലാത്ത്, തങ്ങൾ എപ്പോഴും സ്വലാത്ത് ഇങ്ങനെ ചൊല്ലും. തങ്ങളെ എല്ലാ സമയത്തും സ്വലാത്താണ്. അത് കണ്ടുകൊണ്ട് മമ്പറത്ത് കൂടി ആളുകൾ സ്വലാത്ത് ചെല്ലാൻ തുടങ്ങി. അല്ലാഹു റബ്ബി, ബഹുമാനപ്പെട്ട തങ്ങളവർകൾ അവിടുന്ന് മമ്പറത്തിന് തൊട്ടടുത്ത് ചെമ്മാടിന് അപ്പുറത്ത് കൊടിഞ്ഞി, നമ്മുടെ കുണ്ടൂര്, അതേപോലെ തന്നെ ചെറുമുക്ക്, ഇപ്പുറത്ത് കളിയാട്ടമുക്ക്, അവിടെയൊക്കെ തങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അതിലൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇങ്ങനെ നടക്കും. അപ്പൊ ആ നാട്ടുകാരൊക്കെ ആ സ്വലാത്തിൽ കൂടി. അങ്ങനെ സ്വലാത്ത് അതൊരു പതിവായി. മമ്പറം തങ്ങൾ വഫാത്തായ ശേഷം ബഹുമാനപ്പെട്ട തങ്ങൾ ചൊല്ലിയിരുന്ന സ്വലാത്ത് ആ മമ്പറത്ത് മക്കാമിൽ പതിവായി ചൊല്ലുകയാണ്. അത് വെള്ളിയാഴ്ച രാവിലെ അടിയന്തരാവസ്ഥയിലോ കൊറോണയിലോ അല്ലാതെ വേറെതെങ്കിലും ഒരു സമയത്തോ ഇലക്ഷനിലോ അല്ലാത്തപ്പോഴോ മമ്പറത്തെ സ്വലാത്ത് മുടങ്ങിയ ചരിത്രമില്ല. ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങളുപ്പാപ്പ എല്ലാ വെള്ളിയാഴ്ച രാവും 5 മണി 5:30 മണിയാകുമ്പോഴേക്കും മമ്പറത്തെത്തും. ബഹുമാനപ്പെട്ടവർ മമ്പറം തങ്ങളെ തലക്കമ്പുറത്ത് അവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓതി ദുആ ചെയ്ത്, അല്ലാഹു റബ്ബി, മഗ്‌രിബ് ജമാഅത്ത് മക്കാമിൽ തന്നെയുള്ള വിശാലമായ സ്ഥലമുണ്ട്, അവിടെ ഇമാമായി നിസ്കരിച്ചിട്ട് ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങളുപ്പാപ്പ ഹയാത്ത് കാലത്ത് നാട്ടിലുണ്ടോ ഒരു സ്വലാത്ത് മുടങ്ങിയിട്ടില്ല. ഇനി തങ്ങൾ നാട്ടിലില്ലേ, ഏത് നാട്ടിലാണെങ്കിലും വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് മുടക്കുന്ന ചരിത്രമില്ല. നമ്മൾ മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം അവരെ പതിവെന്താണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വൈലത്തൂർ തങ്ങൾ പാപ്പയെ പറ്റി നമുക്ക് സംഘടനാ നേതൃത്വം വിഷയങ്ങളൊക്കെ പറയാനുണ്ട്. നമ്മളെ ഉസ്താദുമാരും അതുപോലെ തന്നെ സുന്നത്യമായത്തിന്റെ പ്രവർത്തകരൊക്കെ ഓർക്കണം. നമ്മളൊക്കെ ഒരു പക്ഷേ നമ്മുടെ കുട്ടികളെ SSFൽ ചേർക്കണം, നമ്മുടെ യുവാക്കൾ SYSൽ പ്രവർത്തിക്കണം, നമ്മുടെ മുതിർന്ന തലമുറ മുസ്ലിം ജമാഅത്തിൽ പ്രവർത്തിക്കണം.
നമ്മുടെ നാട്ടിലൊക്കെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കണം. ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ കണ്ടോ നിങ്ങൾ? അല്ലാഹു റബ്ബി, കവളപ്പാറയിൽ വലിയൊരു ദുരന്തമുണ്ടായി. അവിടെ നമ്മുടെ മുസ്ലിം ജമാഅത്തിന് 15 വീടുകൾ ഉണ്ടാക്കി കൊടുത്തു. യൂസുഫ് അലി സാഹിബിന്റെ വീട് വന്നു, മറ്റൊരാളെ വീട് വന്നു, 52 വീടുകളായി അവിടെ. ആ വീടുകൾക്കിടയിൽ ഇപ്പൊ നമ്മളൊരു ചെറിയ പള്ളി ഉണ്ടാക്കി, അവിടെ മദ്രസ ഉണ്ടാക്കി. എത്ര സന്തോഷത്തിൽ ഇത് ചെയ്തു കൊടുക്കുന്ന നമ്മുടെ പ്രസ്ഥാനമാണ്. ഇവിടെ ആ ദുരന്തത്തിനൊപ്പം വയനാട് പുത്തുമലയിലുണ്ടായി, അവിടെ നമ്മൾ 10 വീട് നിർമ്മിച്ചു. ഇപ്പോ നമ്മളിപ്പോ ഈ ചൂരൽമലയിലും മറ്റും അപകടമുണ്ടായി. ഒട്ടേറെ ആളുകൾക്ക് വീടൊക്കെ നഷ്ടപ്പെട്ട ആളുകളെ മുഴുവൻ കണക്കെടുത്തുകൊണ്ട് അവർക്ക് വീടുണ്ടാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. നമ്മൾ ആ നഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ വീട് കിട്ടിയോ ഇല്ലേ റെക്കോർഡ് പരിശോധിച്ചു. വീടിന് സ്ഥലം അക്വയർ ചെയ്തിട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ അവരൊക്കെ പേരുകൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പദ്ധതിയിലേക്ക് 2 കോടി രൂപ നമ്മളിപ്പോൾ മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരുപാട് അപകടങ്ങളും വിഷയങ്ങളും ഒക്കെ കൂടുമ്പോൾ കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി നോക്കിയാൽ നമ്മുടെ പ്രവർത്തകന്മാർ സഹായി നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും. അല്ലാഹു റബ്ബ്, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ, മാനന്തവാടി മെഡിക്കൽ കോളേജിൽ, കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെല്ലാം നമ്മുടെ പ്രവർത്തകർ സജീവമാണ്. അല്ലാഹു റബ്ബി, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു വരുന്ന ഈ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കാൻ നമ്മളൊക്കെ മുന്നോട്ട് വരണം. ഇപ്പൊ മെമ്പർഷിപ്പ് വർക്ക് നടക്കുകയാണ്. അതേപോലെ തന്നെ ഉസ്താദിന്റെ 3ാം കേരള യാത്ര വരികയാണ്. ഇതിലൊക്കെ നമ്മൾ ഉണ്ടാവണം. അല്ലാഹു തആല നമുക്ക് ഖൈറ് നൽകുമാറാവട്ടെ. യൂസുഫുൽ ജീലാനി തങ്ങളെ മഹബത്ത് വെക്കുന്നവർ ഓർക്കണം, കേരളത്തിൽ 2 കേരള യാത്ര നടത്തിയപ്പോൾ ആ കേരള യാത്ര 2ാം കേരള യാത്ര 114 സ്ഥലത്ത് സ്വീകരണം കൊടുത്തു. എവിടുന്ന് തുടങ്ങിയിട്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ 114 കേന്ദ്രങ്ങൾ, 140 കേന്ദ്രങ്ങൾ. ആ 140 കേന്ദ്രങ്ങളിലും സംബന്ധിച്ചത് 2 ആള് മാത്ര. ഒന്ന് AP ഉസ്താദ്, ഒന്ന് യൂസുഫുൽ കോയ തങ്ങൾ, വൈലത്തൂർ തങ്ങൾ പാപ്പ. അല്ലാഹു റബ്ബി, എല്ലാ സ്വീകരണ സ്ഥലത്തും ഉപ്പാപ്പ ഓടിക്കേറിയിട്ട് AP ഉസ്താദ് വരുമ്പോൾ കൂലു തക്ബീർ. എന്തായിരുന്നു ആ വല്ലാത്തൊരു തക്ബീർ! ബഹുമാനപ്പെട്ട യൂസുഫ് അൽ ജീലാനി തങ്ങളെ പറ്റി പഠിക്കണം. വൈലത്തൂർ തങ്ങൾ പാപ്പ രാത്രി 3 മണിക്ക് എഴുന്നേറ്റിട്ട് ദിക്ർ ചൊല്ലാൻ തുടങ്ങും. രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് ചിലപ്പോൾ രാത്രി പരിപാടിക്കൊക്കെ പോയിട്ട് രാത്രി പതിവ് പോലെ 3 മണിക്ക് എഴുന്നേറ്റ് ദിക്ർ ചൊല്ലുമ്പോൾ ഉറക്കം വരും. അതിന് മൂപ്പർ എന്താ ചെയ്യല്? എന്താ ചെയ്യല്? അല്ലാഹു റബ്ബി, ആ സമയത്ത് മൂപ്പർ ഒരു തുണിയും ബനിയനും ഉണ്ടാവുള്ളൂ. ആ ബനിയൻ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കും. എന്നിട്ട് നനഞ്ഞ ബനിയൻ ഇടുക. തുണി വെള്ളത്തിൽ മുക്കിയിട്ട് നനഞ്ഞ തുണി എടുക്കുക. എന്തിന്? ഉറക്കം വരാതെ ദിക്ർ അല്ലാനും. യാ റബ്ബ് യാ റബ്ബ്, പതിവ് തെറ്റാതെ നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാരെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാ മഹാന്മാരെയും പരിശോധിച്ചാൽ നമുക്ക് കാണും സ്വകാര്യ ജീവിതമാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റതിപ്പോ കുറെ ആൾക്കാർ ഇങ്ങനെ ഇതിലൊക്കെ ഔലിയ അഭിനയിച്ച് നടക്കണുണ്ടോ? ഔലിയക്ക് ബുക്ക് വായിച്ചെന്ന കാലാണ്. അല്ലാ, അവിടെ ഒരു ഔലിയ വന്നിക്കണ എന്തേന്ന് ചോദിച്ചു. അയാൾക്ക് മുമ്പ് നിന്നോടത്ത് എന്തോ കിട്ടിയിരിക്കണ. അപ്പൊ അന്വേഷിച്ച് പോയി നോക്കുമ്പോ അവിടുന്ന് പുറത്ത് 4 കിട്ടിയതാണ്. അതാ ഈ എന്തോ കിട്ടിയതാണ്. ഇങ്ങനത്തെ കള്ളനാണയങ്ങൾ പെരുകിയ ഒരു കാലം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നല്ല നല്ല മനുഷ്യന്മാരെ പേര് ചീത്തയാക്കുന്ന രീതിയിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അള്ളാഹു തആല ഖൈറ് നൽകുമാറാവട്ടെ. മഹാന്മാരായ ഔലിയാക്കളെ ജീവിതം നമ്മൾ പഠിക്കണം. ഉമ്മമാരെ, സഹോദരിമാരെ, ഏതൊരു നാട്ടിലും ചരിത്രം നമ്മൾ മനസ്സിലാക്കിയാൽ അവിടെയൊക്കെ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി തങ്ങൾ രാത്രി സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ദിക്ർ ചൊല്ലിയാണ്. എല്ലാ ദിവസവും പതിവായി വെള്ളിയാഴ്ച രാവിലെ പതിവ് സ്വലാത്ത് മമ്പുറത്ത്, അഥവാ മമ്പുറത്ത് എത്തിയില്ല വേറെ ഏതെങ്കിലും ഹജ്ജിന്റെ സമയത്തോ മറ്റ് സിയാറത്തിലോ ഒക്കെ ആണെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് ആ സ്വലാത്ത് കൃത്യമായി, അത് ജീവിതത്തിലൊരു ചിട്ടയാണ്. മഹാന്മാരായ ആളുകൾ അവരെ ജീവിതത്തെ അവർ അല്ലാഹുമായി ബന്ധിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഓർക്കണം. വിശുദ്ധ ഖുർആനിൽ ദിക്റുണ്ട്, സ്വലാത്തുണ്ട്. വിശുദ്ധ ഖുർആൻ മുഴുവനും നമുക്ക് ദിക്റുകളാണ്. ഏറ്റവും ചുരുങ്ങിയത് നാളെ ആഖിറത്തിൽ എത്തുമ്പോൾ വിശുദ്ധ ഖുർആന്റെ ഒരു സൂറത്തെങ്കിലും നമ്മെ രക്ഷപ്പെടുത്താൻ
ഒരു ആയത്തെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മളെ പതിവിൽ വേണം സഹോദരങ്ങളെ, ഉമ്മമാരെ. ഒന്ന്, ഖുൽ ഹുവല്ലാഹു അഹദ്. ഒരു പ്രാവശ്യം ഓതിയാൽ 10 ജുസ് ഓതിയ പ്രതിഫലം. 3 എണ്ണം ഓതിയാൽ ഒരു ഖത്തം തീർത്ത പ്രതിഫല. നിങ്ങൾ ശരിക്കും പഠിക്കാൻ പറ്റൂല. എന്നാള് ഒരു മഹല്ലത്തിൽ നിന്ന് വയലിന് വിളിക്കാൻ വേണ്ടി ആള് വന്നിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ കൊല്ലം അവിടെ വന്നല്ലോ, ഈ കൊല്ലങ്ങളിന്നെ ഒഴിവാക്കണം, എനിക്ക് ഒഴിവില്ലായിട്ടാണ്, കുറെ തിരക്കും കാര്യമൊക്കെ ഉണ്ട്. നിലമ്പൂരിൽ നമ്മളെ സ്ഥാപനമുണ്ട്, മജ്മഅ അക്കാദമി. 10 സ്ഥാപനങ്ങളിലായി 3000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 100 പെൺകുട്ടികളും 400 ആൺകുട്ടികളും സ്ഥാപനത്തിന്റെ വകയായിട്ട് പഠിക്കുകയാണ്. ആ കുട്ടികളെ ഭക്ഷണം, താമസം, അത്യാവശ്യ ചികിത്സ ഒക്കെ നമ്മളെ ഈ കൈകൊണ്ട് കിട്ടിയിട്ട് വേണം. അപ്പൊ ഇതൊക്കെ പറഞ്ഞു ഞാൻ അവരോട്. അപ്പൊ അവര് പറഞ്ഞത് ഉസ്താദ് എങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇന്നെങ്ങനെ ബുദ്ധിമുട്ടാക്കണേ? അപ്പൊ ഒരു കാരണവർ പറഞ്ഞു, നിങ്ങളുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് ഒരു പറഞ്ഞിക്കണ. അപ്പൊ അത് എന്തേന്ന് ചോദിച്ചു. അതെ, അവിടെയുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങളോടൊരു ഇഷ്ടമാണ്. അപ്പൊ അത് എന്തേന്ന് ചോദിച്ചു. അത് അവിടെ കുറച്ച് ആൾക്കാർ ഖുർആൻ ഖത്തം നേർച്ചയാക്കിയിട്ട് ഓതാൻ കുടുങ്ങി കുത്തിരിക്കേൻ. അപ്പോഴാണ് നിങ്ങൾ പിന്നെ 3 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ മതി എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങളെ വയൽ തന്നെ വേണമെന്ന ആൾക്കാർ പറയുന്നത്. കണ്ടങ്ങൾ നോക്കി നിങ്ങൾ ഇപ്പൊ വയല് പറയുമ്പോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ വലിയ കുൽമാലയിൽ പോകും. അപ്പോ ഖത്തം തീർക്കാൻ നീർച്ചയാക്കിയവർക്ക് ഖുൽ ഹുവല്ലാഹു കൊണ്ട് കഴിച്ചിലാകുക എന്നല്ല പറഞ്ഞത്. പിന്നെന്താ, നമ്മുടെ ശരീരത്തിന്റെ വില പറയുന്നിടത്ത് നമ്മൾ പറയും എന്ത്, കണ്ണ് പോയെങ്കിൽ അതെന്താ മൂക്കിനെ പറ്റി പറയാത്തത്? മൂക്ക് ആവശ്യമില്ലായിട്ടാ. അതെന്താ ചെവിനെ പറ്റി പറയാത്തത്? മറ്റ് അവയവങ്ങളിൽ നിന്ന് കണ്ണിന്റെ പവർ, ഇതാണ് ഖുൽ ഹുവല്ലാഹുവിന്റെ പവർ. വിശുദ്ധ ഖുർആനിലെ മറ്റു സൂറത്തുകളിൽ നിന്ന് ഖുൽ ഹുവല്ലാഹുവിന്റെ പവർ 10 ജുസ്ഇന്റെ സ്ഥാനത്താണ്. അത്ര പവറാണ് ആ സൂറത്തിന്. ആ സൂറത്ത് നിങ്ങൾ നല്ല പോലെ ഓതണം. ബഹുമാനപ്പെട്ട യൂസുഫുൽ കോയത്തങ്ങളെ, യൂസുഫുൽ ജീലാനി തങ്ങൾ, വൈലത്തൂർ തങ്ങൾ പാപ്പാനെ അനുസ്മരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ ദിവസം കുറച്ച് ഖുൽ ഹുവല്ലാഹു ഓതുക. ദിവസം 100, ദിവസം 313. അങ്ങനെ ഓതിയിട്ട് മരിക്കുന്നതിന് മുമ്പ് 1,00,000 ഖുൽ ഹുവല്ലാഹു ഓതാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മതിയാക്കാണ്. നമ്മളെ ചോറിൻ്റെ പൊതി കൊടുക്കാനുള്ള സമയം ഇങ്ങനെ അടുത്തിക്കണം. ഇല്ല സാർ, നല്ല പരിക്കുള്ള സ്വകാര്യമാണ്, നിങ്ങൾക്ക് ഗുണമുള്ളതാണ്. അള്ളാഹു ഖൈറ് തരട്ടെ. ഏതായാലും നമുക്ക് ഇതാണ് പൂർത്തിയാക്കാം. അതായത് ഇവർ പറയണത് എന്താ അറിയോ, ഈ നാട്ടിൽ കൂടെയൊക്കെ രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കലുണ്ട്. അപ്പം അതുകൊണ്ട് ചോറിൻ്റെ പൊതിയൊക്കെ എന്താക്കണം, നേരത്തെ കൊടുക്കണം. നിങ്ങൾക്ക് റായത്തല്ലേ? അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ആർക്ക് കൊടുക്കണം? കൊടുക്കാനാവുമ്പോഴേ ആദ്യം സ്ത്രീകൾക്ക് കൊടുക്കണം, അല്ലേ? അതങ്ങനെയാണ് നല്ലത്. വീട്ടിൽ നിന്ന് ഒരുക്കാനുള്ള ആദ്യം കിട്ടുക. നിങ്ങളെ വിചാരം നിങ്ങൾക്കാണ് ആദ്യം കിട്ടുന്നത്. നിങ്ങളെ വിശ്വാസങ്ങളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലേ? വീട്ടിൽ നിന്നും ആദ്യം ആർക്ക് തന്നെയാണ് കിട്ടല്? പെണ്ണുങ്ങൾക്ക് തന്നെ. നമ്മളെ കുഞ്ഞായ്മത് 1 കിലോ ഇറച്ചി വാങ്ങിക്കൊണ്ടുവന്ന് സബീക്ക് വിളമ്പി വെക്കുമ്പോൾ 650 ഉള്ളൂ. അപ്പം എന്താ, 50 വേവ് ഭാഗമുണ്ടോ നോക്കി തീർന്ന്. ഒരു 100 ഉപ്പും മുളകും ഒക്കെ പൊടിച്ചിക്കണോ നോക്കി, അല്ലേ? അങ്ങനെ ഓരോന്നും നോക്കി ഏത് തീർന്നിക്കണേ? ഒരു 350 തീർന്ന്. അത് പെണ്ണുങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഭാഗ്യമാണ്. അള്ളാഹു അത് നിലനിർത്തി കൊടുക്കട്ടെ. ഞാൻ അയിമങ്ങൾ കൈവെക്കാൻ വേണ്ടി പോകണ്ട. അപ്പൊ അള്ളാഹു റാഹത്ത് തരട്ടെ. ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ വിശുദ്ധ ഖുർആനിലെ ഖുൽ ഹുവല്ലാഹു ആർക്കും ഓതാൻ പറ്റിയതാണ്. നമ്മളൊരു പീടിയിൽ നിന്ന് നിസ്കരിക്കാൻ പോണ ആള് നിസ്കാരം കഴിഞ്ഞ് പീടിയേക്കാണ് നടക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു ഓതിക്കൊണ്ട് നടക്കാം. ദിവസം ഒരു 10 എണ്ണം. 5 നേരം നടന്നാൽ എത്ര എണ്ണാവും? 50 എണ്ണാവും. മരിക്കണീന്റെ മുമ്പ് നമ്മളൊക്കെ 1,00,000 ഖുൽ ഹുവല്ലാഹു ഓതാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ഓ പ്രിയപ്പെട്ട ഉമ്മവങ്ങന്മാർ, സഹോദരിമാരെ, ഒരു സംഭവം പറയട്ടെ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്വഹാബിയാണ് മുആവിയത്ത് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു. വല്ലാത്ത ബഹുമാനമുള്ള സ്വഹാബിയാണ്. യാ റബ്ബ് യാ റബ്ബ്. മുആവിയത്ത് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായി.
ബഹുമാനപ്പെട്ടവരുടെ ജനാസ ജന്നത്തുൽ ബഖീ മദീനത്തെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്നു. ജനാസ നിസ്കരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന് വേണ്ടി നിന്നു. റസൂലുള്ള നിസ്കരിക്കാൻ വേണ്ടി ഇമാമായിട്ടാണ് നിൽക്കുന്ന സമയത്ത് ആകാശവാതിലുകൾ തുറന്ന് പടപട പടപടപടാ വാനലോകത്ത് നിന്ന് മലായിക്കത്ത് തുരുതുരാ കുടുകുടാ വന്നു. ഒന്നായിട്ട് വന്നിട്ട് ജന്നത്തുൽ ബഖീ മൈതാനി മുഴുവനും മലക്കുകൾ നിറഞ്ഞു കവിഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ജിബ്രീലേ, എന്താണാവോ ഇന്നത്തെ ജനാസ നിസ്കാരത്തിന് ഇത്രയധികം മലക്കുകൾ വരാൻ കാരണം? ആ സമയത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, നബിയേ, ഈ മരണപ്പെട്ട സ്വഹാബി മുആവിയത്ത് ബിൻ മുആവിയ തങ്ങളെ എല്ലാ മലക്കുകൾക്കും അറിയാം. എല്ലാ മലക്കുകൾക്കും അദ്ദേഹത്തോട് ഇഷ്ടമാണ്, സന്തോഷമാണ്. അദ്ദേഹം മരിച്ചു എന്ന് കേട്ടപ്പോൾ എല്ലാ മലക്കുകളും അള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹുവേ, ജനാസ നിസ്കാരത്തിന് ഞങ്ങളും പോട്ടെ, ഞങ്ങളും പോട്ടെ, ഞങ്ങളും പോട്ടെ. അള്ളാഹു തആല സമ്മതം കൊടുത്തിട്ടാണ് ഇത്രയധികം മലക്കുകൾ വന്നത്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താണാവോ അദ്ദേഹത്തിന്റെ പ്രത്യേകത? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, നബിയേ, ജീവിച്ചിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെ ഉമ്മത്തികളിൽ ഇദ്ദേഹം ഓതുന്നത് പോലെ ഖുൽ ഹുവല്ലാഹു മറ്റൊരാളും ഓതിയിട്ടില്ല. അത്രയധികം ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതിയ സ്വഹാബിയാണ് മുആവിയത്ത് ബിൻ മുആവിയ.